മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. 10 കൊല്ലത്തെ പിണറായി ഭരണത്തിന് തിരശ്ശീല വീണിരിക്കുകയാണ്. പിണറായി ഭരണത്തെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളാണ്. അങ്ങനെ എനിക്കുമുണ്ട് ഒരഭിപ്രായം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഭരണാധികാരിയാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ ജയിൽ ജീവിതം, ഇതൊക്കെ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം തരണം ചെയ്ത് അയാൾ കയറി വന്നു. 10 കൊല്ലം അടുപ്പിച്ച് കേരളത്തെ ഭരിച്ചു. ചരിത്രങ്ങളൊക്കെ മാറ്റിക്കുറിച്ചുകൊണ്ട് 10 കൊല്ലം ഭരിച്ചു. ആ പിണറായി ഒടുവിൽ തീർത്തും പരാജിതനായി ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നിന്ന് ചില പിണറായി പാഠങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൾക്കാരൊക്കെ പറയുന്നു പിണറായി ഭരണം വളരെ മോശമാണ്. എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ. ഞാനിങ്ങനെ കേരളത്തിലുടനീളം യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് പണ്ടൊക്കെ യാത്ര ചെയ്യുന്നതിനേക്കാൾ വളരെ മനോഹരമായി റോഡുകൾ പണിയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. അതിൽ ഇനിയിപ്പോ മോശമൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. അത് അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. ഹോസ്പിറ്റലുകൾ കുറെ അധികം സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്, നന്നായി പണിതിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ആവശ്യത്തിന് പോയപ്പോൾ അവിടെ മോശമായിട്ട് കിടക്കുന്നത്. പക്ഷെ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ ഒക്കെ വളരെ മനോഹരമായി പണിത് സുന്ദരമാക്കി വച്ചിരിക്കുന്നത് കണ്ടു. സ്കൂൾ കെട്ടിടങ്ങൾ എത്ര സുന്ദരമാക്കിയിരിക്കുന്നു. പലയിടവും സ്മാർട്ട് ക്ലാസുകൾ ഒരുപാട്. ചിലയിടങ്ങളൊക്കെ പ്രൈവറ്റ് സ്കൂളിനോളം മെച്ചപ്പെട്ട നിലയിൽ ഗവൺമെന്റ് സ്കൂളുകളെ കൊണ്ടുവന്നിരിക്കുന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഇവകളൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ മറുഭാഗം വരുമ്പോൾ ഭാരിച്ച ടാക്സ്, നികുതി ജനത്തിന്റെ മുകളിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതൊരു അപകടം തന്നെയാണ്. അത്രയും വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും ഒക്കെ അതിനകത്തുണ്ടായി എന്നുള്ള കാര്യം ശരിയാണ്. അപ്പോൾ ഒരു ഭാഗം പറയുമ്പോൾ ഇപ്പറഞ്ഞ പോലെ വളരെ മനോഹരമായ ഡെവലപ്മെന്റ്, പുരോഗമനങ്ങൾ സമസ്ത മേഖലയിലും ഉണ്ടായിട്ടുണ്ടെന്നതിന് സംശയം വേണ്ട. കേരയിൽ പോലെയുള്ള മനോഹരമായ പദ്ധതികൾ കൊണ്ടുവരാൻ പദ്ധതിയിട്ടതാണ്. പക്ഷേ അത് ഇവിടുത്തെ ജനം സഹകരിച്ചില്ല. അത് നല്ലൊരു കാര്യമായിരുന്നു. വളരെ വേഗത്തിൽ യാത്ര ചെയ്യുന്നത് നല്ലതല്ലേ? അതിനൊരു സൗകര്യം കേന്ദ്ര സർക്കാർ നൽകിയില്ല. പിന്നെ അതിന്റെ ഹോംവർക്ക് ഒക്കെ ചെയ്തതിൽ പരാജയപ്പെട്ടു പോയോ എന്ന് സംശയം. ഐഡിയ നല്ലതായിരുന്നു. പിന്നെ എവിടെയാണ് അദ്ദേഹത്തിന് പാളിച്ച പറ്റിയത്? പാളിച്ച പറ്റിയത് ഗർവമാണ്, അഹങ്കാരമാണ്. വചനം പറയുന്നു, വീഴ്ചയ്ക്ക് മുമ്പേ അഹങ്കാരം അല്ലെങ്കിൽ ഗർവം. അത് കറക്റ്റാണ്. അപ്പോൾ ബൈബിൾ പറഞ്ഞ വാക്യം അനുസരിച്ച് വീഴ്ചയ്ക്ക് മുമ്പേ ഗർവം അല്ലെങ്കിൽ അഹങ്കാരം അത് പിണറായിയെ ബാധിച്ചു. പിണറായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ഉന്നതമായ ദർശനമുണ്ടായിരുന്നു. അതിലേക്ക് നടന്നെടുക്കുവാൻ വേണ്ടി നന്നായി പ്രവർത്തിച്ചയാളാണ്. ഒരു അപകടം, ആ പ്രവർത്തനത്തിൽ, ആ യാത്രയിൽ അദ്ദേഹത്തിന്റെ വഴിയിൽ നിന്ന് മുന്നിലേക്ക് നടക്കുന്നവരെയും ഇദ്ദേഹത്തിന് മുമ്പിലേക്ക് കയറാൻ തടസ്സമായവരെയും വെട്ടി വീഴ്ത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ശീലമായിരുന്നു. അതാണ് അദ്ദേഹത്തെ അഹങ്കാരത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. മറ്റുള്ളവരെ മാനിക്കുന്നതിന് പകരം വെട്ടി വീഴ്ത്തുകയായിരുന്നു. അത് BS ആയാലും ബാക്കി ആൾക്കാരൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ ഒരു പേരും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഒരാളെ 51 വെട്ടി വീഴ്ത്തിയ ദിവസം തന്നെയാണ്, അതിന്റെ വാർഷികം നടക്കുന്ന ദിവസം തന്നെയാണ് മെയ് 4 അദ്ദേഹത്തിന്റെ അധപ്പതനം സംഭവിച്ചത്. 102 വെട്ടെന്നാരോ പറയുന്നത് കേട്ടു. അത് ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ അഹങ്കാരത്തിന് എല്ലാ കാലവും പിടിച്ചു നിൽക്കാനാവില്ല. അഹങ്കാരത്തിന് മറ്റൊരു പ്രശ്നമുള്ളത്, മറ്റാരെയും അംഗീകരിക്കില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ഒരു കുട്ടി തന്നെ ഒന്ന് സെൽഫി എടുക്കാൻ വന്നപ്പോൾ മോശമായി ഇടപെട്ടു. മാധ്യമക്കാരെയൊക്കെ വല്ലാതെ അകറ്റി നിർത്തി. ആദ്യത്തെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന്റെ കൂടെ കഴിവുള്ളവരുണ്ടായിരുന്നു എന്ന് വരികിലും രണ്ടാമത്തെ റൗണ്ടിൽ കഴിവുള്ള ആരും ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. കാരണം സർവഭരണവും സ്വന്തം കൈക്കീഴിൽ ഒതുക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമത്തിന്റെ ഫലമാണത്. ആ ഫലമാണ് വിഫലമായി പോയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിദ്യാഭ്യാസം പോലുള്ള നല്ല ഗൗരവമേറിയ സ്ഥലങ്ങളിൽ
ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളിനെ കൊണ്ടിരുത്തി, എക്സൈസിൽ ഇരുത്തേണ്ടവനെ കൊണ്ട് വിദ്യാഭ്യാസത്തിൽ ഇരുത്തി. ഉത്തരവാദിത്വമുള്ള പൊസിഷനിൽ അർഹതപ്പെട്ടവരെ ഇരുത്തേണ്ടതിന് പകരം തെക്കും വടക്കും അറിയാത്തവരെ ഓരോടത്ത് കൊണ്ടിരുത്തിയിട്ട് അതിന്റെ അധികാരം മുഴുവൻ കാരണഭൂതൻ കയ്യിൽ വെച്ചു. അത് അപകടമായി. അതതിടങ്ങൾ അവരവർക്ക് പ്രവർത്തിക്കാനുള്ള സർവ്വസ്വാതന്ത്ര്യവും മന്ത്രിമാർക്കെങ്കിലും കൊടുത്തിരുന്നു എങ്കിൽ അവർക്ക് നന്നായി ഭരിക്കാൻ കഴിഞ്ഞേനെ. അത് ഗർവത്തിന്റെ, അഹങ്കാരത്തിന്റെ ഒരു ഗതികേടാണ്. അത്തരത്തിൽ അഹങ്കാരം മൂത്തതാണ് അപകടത്തിന് കാരണമായത്. 40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി യാത്ര ചെയ്യുന്നതൊക്കെ കൊള്ളാം. ഒരു രാജാവ് യാത്ര ചെയ്യുന്ന പ്രൗഢിയിൽ കേരളത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രി പോകുന്നത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ കൊള്ളാം. മറു സൈഡ് മോശം എന്ന് പറഞ്ഞാൽ ഇയാൾ യാത്ര ചെയ്യുമ്പോൾ റോഡാകെ ഉപരോധിക്കുക, അത് നടക്കില്ല, അത് മോശമായി പോയി. അവകളൊക്കെ കെണിയായി. LDF എന്ന പാർട്ടി, കമ്മ്യൂണിസ്റ്റ് എന്ന പാർട്ടി മുഴുവനായിട്ട് അയാൾ വിഴുങ്ങിക്കളയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് പാർട്ടിക്കാർക്ക് തന്നെ മനസ്സിലായത് അപകടമാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ധർമ്മടം പോലും, അവിടെയുള്ള നല്ല ഈടുറ്റ കമ്മ്യൂണിസ്റ്റുകാർ പോലും വോട്ട് മാറ്റി കുത്തിയത്. അല്ലാതെ അദ്ദേഹത്തിന്റെ വിരോധമായി നിന്ന വ്യക്തിയുടെ എന്തെങ്കിലും കഴിവ് കൊണ്ടല്ല. വളരെ ചിന്തിക്കുന്ന നല്ല കഴിവുള്ള കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് മാറ്റി കുത്തി. ഞാനത് ചിന്തിച്ചു പോകുമായിരുന്നു, ഈ കാര്യം ഇവർ 5 കൊല്ലം മുമ്പേ ചെയ്തിരുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനിൽ അമ്മായിയപ്പനെയും മരുമകനെയും ഇവർ വോട്ടിട്ട് തോൽപ്പിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഈ പാർട്ടി രക്ഷപ്പെട്ടു പോയനെ. പക്ഷെ അവരതന്ന് ചെയ്തില്ല. അതിനവർ മുൻകൈ എടുത്തത് ഇപ്പോഴാണ്. ഇപ്പോഴിത്രയെങ്കിലും ചെയ്തത് നല്ലതാണ്. വാസ്തവത്തിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു പിണറായി തോൽക്കേണ്ടതായിരുന്നു എന്ന്. എന്നെ വിഷമിപ്പിച്ച ഒരു കാര്യം പിണറായിയും മരുമകനും തോറ്റില്ലെന്നുള്ളതാണ്. അവർ തോൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇടയ്ക്ക് ജസ്റ്റിസ് കമാൽ പാഷയുടെ ഒരു അവലോകനം ഞാൻ കേട്ടു. അതിനകത്ത് മൂപ്പര് പറയാണ്, ഇയാൾ ജയിക്കണം, ഇയാൾ ജയിച്ച് നിയമസഭയ്ക്കകത്ത് വരണം, അതാണ് അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയ ന്യായവിധി. അതെന്നെ ചിന്തിപ്പിച്ചു. ശരി തന്നെയാണ്. ആരോ ഇടയ്ക്ക് പറയുന്നത് കേട്ടു, നായ മുള്ളുവേലിയുടെ ഇടയിൽ കൂടി ഇങ്ങനെ ഊർന്ന് കയറുന്നത് പോലെ ധർമ്മടത്ത് കാരണഭൂതൻ ഊർന്ന് കയറേണ്ടി വന്നു. ശരിയാണ്, ഇതെല്ലാം ലജ്ജ വലിച്ചു വരുത്തിയതാണ്. ഈ ഇലക്ഷനിൽ കാരണഭൂതൻ നിൽക്കാതിരുന്നുവെങ്കിൽ ഡബിൾ മാന്യതയായിരുന്നു. ടീച്ചറെയോ മറ്റാരെങ്കിലും മുൻപിൽ നിർത്തി ഇലക്ഷൻ പ്രചരണം നേരിട്ടിരുന്നുവെങ്കിൽ ചിലപ്പോൾ ജയിച്ചും പോയ. ഏതായാലും പിണറായിയിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പാഠം, ഒരു ഭാഗം നല്ല കാലിബർ, ഭരണം വഹിക്കാൻ നല്ല കപ്പാസിറ്റി, മറുഭാഗം അതിന് സപ്പോർട്ടില്ലാതെ, മറുഭാഗം വേണ്ടത് സ്നേഹവും വിനയവുമായി. ആ ഭാഗത്ത് മൂപ്പർക്ക് അഹങ്കാരമായി പോയി. ആൾക്കാരൊക്കെ പറയുന്നത് ഉമ്മൻചാണ്ടി ഭയങ്കര ഭരണാധികാരനാണ്, ഉമ്മൻചാണ്ടി ഭയങ്കര ഭരണാധികാരിയാണ്. ചുമ്മാതാണ്. ഉമ്മൻചാണ്ടി സ്നേഹമൊക്കെ ഇച്ചിരി കാണിക്കും, ആൾക്കാരോട് വളരെ ക്ലോസ് ആയിട്ട് ഇടപെടും, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഉമ്മൻചാണ്ടി ഭയങ്കര ഭരണാധികാരിയൊന്നും ആയിരുന്നില്ല. അതൊക്കെ എന്തർത്ഥത്തിൽ പറഞ്ഞ എനിക്കറിയില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവിടുത്തെ റോഡുകളെല്ലാം കണക്ക് തന്നെയായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ചാണ്ടി ഉമ്മൻ അവിടെ കിടന്ന് കരയാണ്, ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. എടാ, 60 കൊല്ലം അപ്പ അവിടത്തെ നിയമസഭാ സാമാജികനായിരുന്നില്ലേ? കുറെ കാലം മന്ത്രിയും കുറെ കാലം മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്നില്ലേ? പിന്നെ ഇനി എന്തിനാ വേറൊരു മന്ത്രിസഭയുടെ മുമ്പിൽ ചെന്ന് ഓച്ചാനിച്ച് നിൽക്കുന്നത്? ഞങ്ങളുടെ നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന ദാനം വേണമെന്ന്. 60 കൊല്ലം 6 പതിറ്റാണ്ടുകൾ ഭരണം നടത്തിയ അപ്പായ്ക്ക് അറിയില്ലായിരുന്നോ ഇതൊന്നും? ഇതെന്തോ ഈ പറയുന്നത് തമാശയാണോ കാണിക്കുന്നത്? അതുകൊണ്ട് അപ്പ കാണിച്ചതൊന്നും വലിയ കാര്യമൊന്നും അല്ല. ഇവിടെ ഇന്ന് നല്ല മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു. അല്ല, വലിയ കാര്യമൊന്നും ഇവിടെ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പിണറായി അങ്ങനെയല്ല. പിണറായി കരുത്തൻ തന്നെയാണ്. പക്ഷേ സ്നേഹവും വിനയവും ഒക്കെ വേണ്ട ആ മറു സൈഡിൽ അഹങ്കാരമായി പോയി. അത് ജനത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ. ഈ സെയിം ഇഫക്റ്റ് തന്നെയാണ് പത്തനാപുരം MLA-ക്കും പറ്റിയത്. പത്തനാപുരം MLA-യും അപ്പൻ ആനപ്പുറത്തിരുന്നത് കൊണ്ട് അതിന്റെ തഴമ്പിൽ കയറി പറ്റിയതാണെന്ന് നമുക്കറിയാം. 25 കൊല്ലമാണ് പുള്ളി പത്തനാപുരത്തെ പ്രതിനിധീകരിച്ചത്. അതിലും മനസ്സിലാക്കേണ്ട രസകരമായ സംഭവമുണ്ട്. 20 കൊല്ലം പത്തനാപുരം പൂർത്തിയായി കഴിയുമ്പോൾ, എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹത്തോട് എതിർത്തത് ചാമക്കാല തന്നെയാണ്. റിസൾട്ട് വന്നു, ചാമക്കാല തോറ്റുപോയി. ചാമക്കാല പത്തനാപുരത്തൊന്നും പോയില്ല. ഒരു വീടെടുത്ത് അവിടെ താമസിച്ചു. തനിക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും വീടുകളിൽ പോയി കണ്ടു.
എല്ലാവരുമായിട്ട് സമ്പാദിച്ചു. എല്ലാ മരണ വീടുകളിലും കല്യാണ വീടുകളിലും ആള് കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും അയാൾ യാത്ര ചെയ്തു. 5 വർഷം അദ്ദേഹം പത്തനാപുരത്ത് പ്രവർത്തിച്ചു. ഗണേശൻ അധികാരത്തിന്റെ തിമിർപ്പിൽ, കാമാസക്തിയുടെ മറവിൽ, തന്റെ നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത സാമാജികനാകാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചാമക്കാലയെ മൈൻഡ് ചെയ്തില്ല. അടുത്ത ഇലക്ഷൻ വന്നു. ഗണേശനെയും ചതിച്ചത് അഹങ്കാരം തന്നെയാണ്. ഓവർ കോൺഫിഡൻസ്, അഹങ്കാരം, സുഖലോലിപത, ധൂർത്ത്, ഇതൊക്കെ ജനം തിരിച്ചറിഞ്ഞു. എന്നാൽ വളരെ ശാന്തശീലനായി അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചാമക്കാലയെ അയാൾ മൈൻഡ് ചെയ്തില്ലെങ്കിലും അവിടുത്തെ ആൾക്കാർ നെഞ്ചേറ്റി എന്നുള്ളതാണ് പ്രത്യേകത. അവസാനം ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ പത്തനാപുരം MLA താഴെ പോയി. അയാൾ പറയുന്നത് തോറ്റു എന്ന് അംഗീകരിക്കാൻ അയാൾക്ക് തയ്യാറല്ല. അയാൾ പറയുകയാണ്, ഇവിടെ BJPയും കോൺഗ്രസും തമ്മിലൊരു ഡീലുണ്ടായിരുന്നു. എന്ത് ഡീലിടോ? LDF-കാരും നിശ്ചയമായിട്ടും വോട്ട് കോൺഗ്രസിന് കൊടുത്തു. BJP-കാരും നിശ്ചയമായിട്ട് അവർ നോക്കുമ്പോൾ അവിടെയുള്ള BJP-കാരൻ ജയിക്കാൻ സാധ്യതയില്ല, വോട്ട് മഴയേക്കേണ്ട ആവശ്യമില്ല, ചാമക്കാലയ്ക്ക് ഇരിക്കട്ടെ, അവരടിച്ചു. ഇതെല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. ഇതൊരു ഡീലൊന്നും അല്ല. ഡീലെന്ന് പറയാൻ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഉടൻ താഴെയുള്ള എല്ലാവരും കൊടുക്കത്തൊന്നുമില്ല. ഒരു പാർട്ടിയിലും പെടാത്ത ആൾക്കാരാണ് ജനത്തെ ജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും. അവര് കാര്യങ്ങൾ ആലോചിച്ച് നോക്കി ചെയ്യും. അവരുടെ ആർക്കും വിളിച്ചു പറയാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ ഞങ്ങളെ പോലുള്ളവർക്ക് ആർക്കും വിളിച്ചു പറയാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾക്ക് ആ സമയത്ത് ഇങ്ങനെ നോക്കിയിട്ട് തോന്നുന്നതിന് നമുക്ക് കൊടുക്കും. ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല. ആർക്കും ഞങ്ങൾക്ക് പൈസ ഒന്നും സ്വാധീനിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങളെ പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇവരെ കൊണ്ട് എവിടെ അടിക്കുന്നു അതനുസരിച്ച് ജയം ഫ്ലോട്ട് ചെയ്യും. അതുകൊണ്ട് ശ്രീ പിണറായി വിജയൻ നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന്, കാര്യശേഷിയോടെ പ്രവർത്തിച്ചാൽ എത്ര താണ കുടുംബത്തിലായിരുന്നാലും ഉന്നതിയിലെത്താൻ കഴിയും. 2, മാർഗം നല്ലതല്ലെങ്കിലും നമ്മൾ കണ്ണു വച്ചെടുത്ത് ചെന്നെത്താനൊക്കും. പക്ഷേ തിരിച്ചിറങ്ങുമ്പോൾ പരാജയമായിരിക്കും. തിരിച്ചിറങ്ങുമ്പോൾ മാന്യതക്കേടായിരിക്കും, മാനക്കേടായിരിക്കും. അത് പിണറായി വിജയനെ ബാധിച്ചു. ഇനി അത് പുള്ളിക്ക് മാറ്റാൻ കഴിയില്ല. ഏത് വെള്ളത്തിൽ കുളിച്ചാലും കഴിയില്ല. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, അഹങ്കാരം എപ്പോ ബാധിച്ചാലും അത് ഉയരമുള്ള കോവണിയിൽ നിന്ന് താഴെ പോകുന്നത് പോലെയാണ്. നിശ്ചയമായി താഴെ പോയിരിക്കും. കേരളത്തിന്റെ ചരിത്രം മാറ്റിക്കുറിച്ച കരുത്തൻ എന്ന നിലയിൽ ഒരു ഭാഗത്ത് നിന്നിരുന്നയാളാണ് ശ്രീ പിണറായി വിജയൻ. പക്ഷേ അതുപോലെ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് അയാൾ തലകീഴായി താഴെ പോയി. ഇതുവരെ ഒരു മുഖ്യമന്ത്രിമാർക്കും ലഭിക്കാത്ത പരാജയം ശ്രീ പിണറായിക്ക് സംഭവിച്ചു. ഇതുപോലൊരു ഭരണാധികാരിയെ നമ്മൾ ബാബിലോൺ സാമ്രാജ്യത്തിൽ കാണുന്നു. നെബൂഖദ്നേസർ ദി ഗ്രേറ്റ്. അയാളുടെ കൊട്ടാരത്തിന്റെ മുകളിൽ കയറി നിന്ന് അയാൾ ഇങ്ങനെ ചിന്തിച്ചു, ഇത് ഞാൻ എന്റെ മഹത്വത്തിനായി പണിത മഹദിയാം ബാബിലോൺ അല്ലയോ? ചിന്തിക്കുകയും അയാൾക്ക് മാനസിക രോഗം ബാധിച്ചു. അയാൾ കാട്ടിലേക്ക് ഇറങ്ങി, മഞ്ഞ് നനഞ്ഞു, അവിടത്തെ പുല്ല് തിന്നെന്ന വചനം പറയുന്നത്. ബോധം വന്നപ്പോ അയാളുടെ ഗതിയെ കർത്താവ് മാറ്റിക്കൊടുത്തു. പിണറായിക്ക് ഇനി ബോധം വരുമോ എന്നൊന്നും എനിക്കറിയില്ല. ദൈവമാണ് സകലതും നിയന്ത്രിക്കുന്നതെന്ന് തിരിച്ചറിയുമോ എന്നും എനിക്കറിയില്ല. സ്വന്തം കഴിവുകൊണ്ടാണ് കയറി വന്നതെന്ന തെറ്റിദ്ധാരണ ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്നും എനിക്കറിയില്ല. ഏതായാലും പിണറായി നമുക്ക് നൽകുന്ന പാഠങ്ങൾ സൂക്ഷ്മതയോടെ കാലുകൾ വെക്കണമെന്നും അഹങ്കാരം പിണയാതെ നോക്കണമെന്നും മറ്റുള്ളവരെ നമ്മെപ്പോലെ കാണണം, കണ്ടില്ലെങ്കിൽ കെണിയാകുമെന്നും ഒക്കെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം വരെ ഇയാളെ പേടിച്ച് സല്യൂട്ട് ചെയ്തിരുന്നവർ അടക്കം പറഞ്ഞ് തിരിഞ്ഞു നിന്ന് ചിരിക്കുന്ന അവസ്ഥയിലേക്ക് പിണറായി വിജയൻ അധപ്പതിച്ചിരിക്കുന്നു. ഇത് നമുക്കാർക്കും സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ വിനയവും ദൈവസ്നേഹവും ഉള്ളവരായിരിക്കണം. കഠിനാധ്വാനം നമ്മെ പിന്തുണയ്ക്കും, പക്ഷേ ദൈവഭയമുള്ളവർക്ക് മാത്രം.